ഇസ്രയേലും ഹമാസുമായിട്ടുള്ള വെടിനിർത്തലൊക്കെ നിലവിൽ വന്നല്ലോ. അപ്പോ ഇതുവരെ നടത്തിയ ആക്രമണങ്ങൾ, വംശഹത്യയൊക്കെ അങ്ങ് സുല്ലിട്ട് പോകുമെന്ന് ഇസ്രയേൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാകില്ല ഇത്തവണ എന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലെ, വിവിധ തെരുവുകളിലെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇപ്പോൾ ട്രംപ് ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവന്നു. ആ വെടിനിർത്തൽ കരാർ അംഗീകരിക്കപ്പെട്ടതിന് ശേഷവും ലോകത്തിന്റെ വിവിധ നഗരങ്ങളിൽ ഫ്രീ പലസ്തീന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഉയരുകയാണ്. അതായത് ട്രംപിനും നെതന്യാഹുവിനും കൂടി എന്തെങ്കിലും ഒരു ഡീൽ ഉണ്ടാക്കിയിട്ട് അത് ഒരു അതിന്റെ ആദ്യഘട്ടം കഴിയുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും വലിയ സംശയമുണ്ടായിരുന്നത് ഈ ബന്ദികളെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത റൗണ്ട് ഇസ്രയേല് ഗസയിലേക്ക് ആക്രമണം നടത്തില്ലേ എന്നുള്ള നിലയിലൊക്കെ ആയിരുന്നു. പക്ഷേ ഈ വെടിനിർത്തൽ കൊണ്ട് ലോകത്തെ പലസ്തീന് വേണ്ടി നിലകൊള്ളുന്ന പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കപ്പെടണമെന്ന് ഉള്ള ആഗ്രഹവും ആവശ്യവും ഉന്നയിക്കുന്ന ജനസമൂഹം ഒട്ടും തന്നെ അവരുടെ ഡിമാൻഡിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. ഒരു വെടിനിർത്തലല്ല ആവശ്യം, മറിച്ച് ഈ പ്രശ്നത്തിന് ഇസ്രയേലും അതുപോലെ ഗസയും തമ്മിലുള്ള പ്രശ്നത്തിന്, അല്ലെങ്കിൽ പലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമാണ് വേണ്ടത്. അവിടുത്തെ മനുഷ്യർക്ക്, അവിടെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക്, അവരുടെ തലമുറകൾക്ക് അവരുടെ മണ്ണ് തിരിച്ചു കൊടുക്കുക എന്നുള്ള വലിയ ആവശ്യമാണ് ഉയർന്നത്. സ്വന്തം മണ്ണിൽ ജീവിച്ചു മരിക്കാനുള്ള അവകാശം ആ മനുഷ്യർക്ക് കൊടുക്കുക, അവരുടെ മണ്ണ് തിരിച്ചു കൊടുക്കുക. അത് നെതന്യാഹുവിന്റെയോ ട്രംപിന്റെയോ ഒന്നും ഒരു തരത്തിലുള്ള ഔദാര്യമല്ല, അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഓശാരമല്ല എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ, തെരുവുകളിൽ ഇങ്ങനെ ഫ്രീ പലസ്തീന് വേണ്ടിയുള്ള മുദ്രാവാക്യങ്ങൾ ഉയരുന്നത്. പലസ്തീന്റെ പതാക ഇങ്ങനെ ലോകത്തിന്റെ നെറുകയിൽ പാറിപ്പറക്കുന്നത്. കഴിഞ്ഞ ദിവസവും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിലെ തെരുവുകളിൽ, അത് അങ്ങ് ഇസ്താംബുൾ മുതൽ ബെർലിൻ വരെയും ലണ്ടൻ മുതൽ പാരീസ് വരെയും വൻ നഗരങ്ങളെയൊക്കെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള വലിയ പ്രതിഷേധ പ്രകടനങ്ങൾക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. അതായത് പലസ്തീനിലെ ജനങ്ങളെ, ഗസയിലാകട്ടെ വെസ്റ്റ് ബാങ്കിലാകട്ടെ ജനങ്ങളെ ഏകപക്ഷീയമായി അതിക്രൂരമായി കൊന്നൊടുക്കുന്ന ഈ പരിപാടി നടക്കില്ല എന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മനുഷ്യർ, ജനങ്ങൾ, അത് ചിലപ്പോ അവിടങ്ങളിലെ ഭരണകൂടങ്ങളെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ നിലയ്ക്ക് തെരുവുകളിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നു.ガザ全住民の強制収容を目論み、虐殺と侵略をさらに加速させています。10月1日にはガザ地からの退避を求める最終警告を発し、അതായത് മുമ്പെങ്ങുമില്ലാതിരുന്ന വിധം പലസ്തീൻ സ്വതന്ത്രമാകണമെന്ന ആശയം, പലസ്തീൻ രാജ്യമുണ്ടാകണം എന്ന ആശയം, അവിടെ അവർക്ക് സ്വയം നിർണയാവകാശം, അവിടുത്തെ ജനങ്ങൾക്ക് സ്വയം നിർണയാവകാശവും അവിടെ അവർക്ക് സ്വാതന്ത്ര്യവും ഉറപ്പാക്കണമെന്ന ആവശ്യം മുൻപെങ്ങുമില്ലാത്ത വിധം ഇങ്ങനെ ലോകത്തിന്റെ മനസാക്ഷിയിൽ രേഖപ്പെടാൻ 2023 ഒക്ടോബർ 7 ഹമാസിന്റെ ആ മിന്നൽ ആക്രമണം കൊണ്ട് കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ലോകമെമ്പാടും നിന്നുള്ള ഇത്തരം ദൃശ്യങ്ങൾ, ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ, ഇത്തരം ബിൽ ബോർഡുകളൊക്കെ ഇങ്ങനെ വീണ്ടും ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ വംശഹത്യയെ
അതിരൂക്ഷമായി വിമർശിക്കുന്നതോടൊപ്പം പലസ്തീനിലെ ജനങ്ങളുടെ സ്വയം നിർണയാവകാശത്തെ മനുഷ്യർ എന്ന നിലയിൽ അവർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ജീവിക്കാനുള്ള അവകാശത്തെ അരക്കിട്ടുറപ്പിക്കുന്നു. ആ മുദ്രാവാക്യം ഏറ്റുവിളിക്കുന്നു. ആ പതാക വാനിൽ ഉയർത്തുന്നു. അങ്ങനെ പലസ്തീൻ രാഷ്ട്ര രൂപീകരണം എന്ന ആശയം അതിനപ്പുറത്ത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ലോക മനസ്സാക്ഷിയുടെ ടേബിളിൽ തന്നെ വന്ന് നിൽക്കുകയാണ്.